ഹായ് വെൽക്കം ടു ദി വീഡിയോ. ദിസ് ഇസ് സജി ഫ്രം ദിസ് ഇംഗ്ലീഷ് അക്കാഡമി. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട 3-4 ക്വാണ്ടിഫയേഴ്സ് പരിചയപ്പെടാം. ഇന്നും പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ലെറ്റർ തന്നെ അർത്ഥത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള 3-4 ക്വാണ്ടിഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്ന് ഫ്യൂ, പിന്നെ എ ഫ്യൂ, അതുപോലെ ലിറ്റിൽ, എ ലിറ്റിൽ. ഇപ്പൊ ഫ്യൂ, എ ഫ്യൂ ഇത് രണ്ടും കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത് രണ്ടും ഒന്നല്ലേ എന്ന് തോന്നിയേക്കാം. അതുപോലെ ലിറ്റിൽ, എ ലിറ്റിൽ ഇവ രണ്ടും ഒന്നല്ലേ എന്നും തോന്നിയേക്കാം. പക്ഷേ ചെറിയൊരു ലെറ്റർ അർത്ഥത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവ രണ്ടും ഒന്നല്ല, ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്, ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. ഈ രണ്ട് സെന്റൻസുകൾ കേൾക്കുന്ന സമയത്തും നിങ്ങൾ ഒരു പക്ഷെ ഒരേ അർത്ഥത്തിലാണ് എടുക്കുക അല്ലെ. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്, ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. ആക്ച്വലി ഇവ രണ്ടും രണ്ടാണ്. ഇവരെ രണ്ടിനും രണ്ട് അർത്ഥങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എവിടെയാണ് ഫ്യൂ, എ ഫ്യൂ ഉപയോഗിക്കപ്പെടുന്നത്, അതുപോലെ എവിടെയാണ് ലിറ്റിൽ, എ ലിറ്റിൽ ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ ഫ്യൂ അതുപോലെ എ ഫ്യൂ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യുന്നത്? ലിറ്റിൽ, എ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫ്യൂ എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഫ്യൂ എന്നതിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസ് ആണുള്ളത്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ് ആണുള്ളത്. ഓക്കെ, ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, കുറച്ച് എന്നല്ല അതിന്റെ അർത്ഥം, ഓൾമോസ്റ്റ് ഇല്ല അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം, ആവശ്യത്തിൽ കുറവ് മാത്രം എന്ന അർത്ഥത്തിലാണ് ഫ്യൂ ഉപയോഗിക്കപ്പെടുന്നത്. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്ന അർത്ഥത്തിലാണ് പലരും ഇത് എടുക്കുക. പക്ഷെ ഈ സെന്റൻസിന്റെ അർത്ഥം എനിക്ക് ഓൾമോസ്റ്റ് തീരെ ഫ്രണ്ട്സ് ഇല്ല എന്നാണ്, അല്ലെങ്കിൽ എനിക്ക് വളരെ കുറച്ച് മാത്രമേ ഫ്രണ്ട്സ് ഉള്ളൂ, ആവശ്യത്തിലത്ര ഫ്രണ്ട്സ് ഇല്ല എന്നൊരു നെഗറ്റീവ് മീനിങ് ആണ് ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതിനുള്ളത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ, ഫ്യൂ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. എന്താ സെന്റൻസിന്റെ അർത്ഥം? കൂടുതൽ കുട്ടികൾക്കും അത് മനസ്സിലാവുന്നില്ല, വളരെ ചുരുക്കം കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കുട്ടിക്കും അത് മനസ്സിലാവുന്നില്ല എന്ന നെഗറ്റീവ് സെൻസ് ആണ് ഫ്യൂ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക് എന്ന സെന്റൻസിനുള്ളത്. മറ്റൊരു എക്സാമ്പിൾ, there are few buses at night. എന്താ അതിനർത്ഥം? രാത്രിയിൽ തീരെ ബസ്സില്ല, ഓൾമോസ്റ്റ് ബസ്സേ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറച്ച്, ആവശ്യത്തിൽ കുറവ് ബസ് മാത്രമേ ഉള്ളൂ എന്ന നെഗറ്റീവ് സെൻസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, there are few buses at night. ഡിഫിക്കൽട്ട് ടു ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത്രയും കുറവാണ്, അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന അർത്ഥത്തിലാണ് there are few buses at night എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഫ്യൂ എന്ന വാക്കിന് നെഗറ്റീവ് അർത്ഥമാണുള്ളത്. നോട്ട് ഇനഫ്, ആവശ്യത്തിന്റെ അത്ര ഇല്ല, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് തീരെ ഇല്ല എന്ന അർത്ഥത്തിലാണ് ഫ്യൂ എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ എ ഫ്യൂ എന്നതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ് ആണുള്ളത്. കുറച്ച് എന്ന അർത്ഥത്തിൽ, സം എന്ന അർത്ഥത്തിലാണ് എ ഫ്യൂ എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ ഹാവ് സം ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ, ഞാൻ ഒറ്റക്കല്ല, എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും ആവശ്യത്തിലുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഓക്കെ, ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഐ ഹാവ് സം ഫ്രണ്ട്സ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. എ ഫ്യൂ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾക്ക് ഈ ടോപ്പിക് മനസ്സിലാവുന്നുണ്ട്, എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ച് കുട്ടികൾക്ക് ഈ ടോപ്പിക് മനസ്സിലാവുന്നുണ്ട് എന്നൊരു അർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, എ ഫ്യൂ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. മറ്റൊരു എക്സാമ്പിൾ, there are a few buses at night. രാത്രി കുറച്ച് ബസ്സുകളുണ്ട്, ഒരുപാടൊന്നുമില്ല, പക്ഷെ കുറച്ച് ബസ്സുകളുണ്ട്. there are a few buses at night. അപ്പൊ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഫ്യൂ എന്ന് മാത്രം പറയുന്ന സമയത്ത് നോട്ട് ഇനഫ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്, അത് ആവശ്യത്തിനില്ല എന്നർത്ഥം. എന്നാൽ എ ഫ്യൂ എന്ന് പറയുന്ന സമയത്ത് ആവശ്യത്തിനുണ്ട്, ഇനഫ് എന്ന അർത്ഥത്തിലാണ് എ ഫ്യൂ ഉപയോഗപ്പെടുന്നത്. അതുപോലെ ലിറ്റിൽ, എ ലിറ്റിൽ. അതിൽ ലിറ്റിൽ എന്താണ് നമുക്ക് നോക്കാം. ഫ്യൂയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ലിറ്റിലിനും നെഗറ്റീവ് മീനിങ് ആണുള്ളത്. ഓക്കെ, ഓൾമോസ്റ്റ് നൺ, തീരെ ഇല്ല, അല്ലെങ്കിൽ ആവശ്യത്തിൽ കുറവ്, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന അർത്ഥത്തിലാണ് ലിറ്റിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് ലിറ്റിൽ മണി, എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്നല്ല, എന്റെ കയ്യിൽ ഓൾമോസ്റ്റ് തീരെ പൈസ ഇല്ല എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഉള്ള പൈസ തന്നെ ആവശ്യത്തിലും വളരെയധികം കുറവാണ് എന്ന അർത്ഥത്തിലാണ് ഐ ഹാവ് ലിറ്റിൽ മണി എന്ന് പറയുന്നത്. ഐ ഓൾമോസ്റ്റ് ഹാവ് നോ മണി എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. There is a little water in the bottle. ബോട്ടിലിൽ തീരെ വെള്ളമില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചുള്ള, ആവശ്യത്തിൽ വളരെ കുറവ് വെള്ളം മാത്രമേ ബോട്ടിൽ ഉള്ളൂ എന്ന അർത്ഥത്തിലാണ് there is little water in the bottle എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ, he has little experience. എന്താ അതിനർത്ഥം? അവന് ഓൾമോസ്റ്റ് തീരെ എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്, അല്ലെങ്കിൽ ഉള്ള എക്സ്പീരിയൻസ് ആവശ്യത്തിന്റെ അത്ര ഇല്ല, വളരെ കുറച്ച് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എന്നൊരു നെഗറ്റീവ് സെൻസ് ആണ് he has little experience എന്ന സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ് ഇസ് നോട്ട് സഫിഷ്യന്റ്, അത് ആവശ്യത്തിലുള്ള അത്ര ഇല്ല എന്നർത്ഥം. എന്നാൽ എ ലിറ്റിൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് അതിനുള്ളത്. ഓക്കെ, കുറച്ച്, സം എമൗണ്ട് എന്ന അർത്ഥത്തിലാണ് എ ലിറ്റിൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് എ ലിറ്റിൽ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്നാണ്, പോസിറ്റീവായ അർത്ഥമാണ് അതിനുള്ളത്. ഓക്കെ, ഐ ഹാവ് ലിറ്റിൽ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഐ ഹാവ് സം മണി, എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്നാണ്. മറ്റൊരു എക്സാമ്പിൾ, there is a little water in the bottle. ബോട്ടിലിൽ കുറച്ച് വെള്ളമുണ്ട്, there is some water in the bottle എന്ന അർത്ഥത്തിലാണ് there is a little water in the bottle നമ്മൾ പറയുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥമാണ് അവിടെ ഉള്ളത്.
മറ്റൊരു എക്സാമ്പിൾ, ഹി ഹാസ് എ ലിറ്റിൽ എക്സ്പീരിയൻസ്, അവന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഹി ഹാസ് സം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പോലെയാണ് ഹി ഹാസ് എ ലിറ്റിൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം വരുന്നത്. ഓക്കെ, അവന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, അവന് കുറച്ചൊക്കെ അറിയാം എന്ന അർത്ഥത്തിലാണ് അവിടെ നമ്മൾ എ ലിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥമാണുള്ളത്. ലിറ്റിൽ എന്ന് മാത്രം പറയുമ്പോൾ അതിന് നെഗറ്റീവ് ആയിട്ട് അർത്ഥമാണുള്ളത്. അതുപോലെ ഫ്യൂ എന്ന് പറയുന്ന സമയത്ത് അതിന് നെഗറ്റീവായ അർത്ഥമാണുള്ളത്. എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥമാണുള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫ്യൂ എ ഫ്യൂ ഇവ രണ്ടും ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ്. 1 2 3 4 5 എന്ന രീതിയിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂ എ ഫ്യൂ യൂസ് ചെയ്യുന്നത്. അതിൽ ഫ്യൂ നെഗറ്റീവ് മീനിങ് ആണ്, എ ഫ്യൂന് പോസിറ്റീവ് മീനിങ് ആണ്. എന്നാൽ ലിറ്റിൽ എ ലിറ്റിൽ ഉപയോഗിക്കപ്പെടുന്നതോ അൺകൗണ്ടബിൾ ആയിട്ടുള്ള, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഒന്നിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒന്നിന്റെ എമൗണ്ട് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലിറ്റിൽ അതുപോലെ എ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് മീനിങ് ആണ്, വേറസ് എ ലിറ്റിൽ എന്ന് പറയുന്ന സമയത്ത് അതിന് പോസിറ്റീവ് മീനിങ് ആണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. ഐ എം ഗോണ ആസ്ക് യു 2 questions. ഞാൻ 2 ചോദ്യങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. അവിടെ ഫ്യൂ ആണോ എ ഫ്യൂ ആണോ, അതുപോലെ ലിറ്റിൽ ആണോ എ ലിറ്റിൽ ആണോ എന്ന് നിങ്ങൾ പറയണം. Are you ready? My first question. I have dash time so I can help you. I have dash time so I can help you. Few a few, little a little. Which one is right? I have a little time. എനിക്ക് കുറച്ച് സമയം ഉണ്ട് എന്നാണ് അതിന് അർത്ഥം വരുന്നത് അല്ലെ. തീരെ ഇല്ലെങ്കിൽ I can help you നമ്മൾ പറയില്ലല്ലോ, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും എന്നും അതിന്റെ കൂടെ ഉണ്ട്. സോ I have a little time, എനിക്ക് കുറച്ച് സമയമുണ്ട്, അതായത് I have some time so I can help you, അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, he has dash friends so he feels lonely. He has dash friends so he feels lonely. Few a few, little a little. Which one is right? He has few friends so he feels lonely. അവന് ലോൺലി ആയിട്ട് തോന്നുന്നുണ്ട്, ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവന് ഓൾമോസ്റ്റ് തീരെ ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? He has few friends എന്നതാണ് അല്ലെ, കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. സോ he has few friends so he feels lonely. അവന് ഓൾമോസ്റ്റ് തീരെ ഫ്രണ്ട്സ് ഇല്ലല്ലോ, വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് he feels lonely, അവന് ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു. Hope you understand the difference between little a little and few a few. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ചു കൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് യെസ് ഇംഗ്ലീഷ് അക്കാഡമി. ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്, അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. എന്റെ ലിങ്കും നമ്പേഴ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും